വി അരുൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഏറെ നിർണായകമാണ് ഇന്നത്തെ ദിനം. ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നതിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഇരുവിഭാഗവും അതിശക്തമായ വാദമുഖങ്ങൾ ആണ് ഉന്നയിച്ചത്. അതേസമയം തന്നെ ഇന്നത്തെ ദിനം രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം സംബന്ധിച്ച് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാം. ഇന്ന് ജാമ്യം ലഭിക്കുന്നില്ല എങ്കിൽ ഇതര സംഘടനകളിൽ നിന്ന് BJPയോ അല്ലെങ്കിൽ CPIMO ഒക്കെ വലിയ പ്രതിഷേധവുമായി എത്താൻ സാധ്യതയുണ്ട്. യുവജന പ്രസ്ഥാനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ജാമ്യം ലഭിക്കുന്നില്ല എങ്കിൽ അത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. ഇന്നത്തെ ദിനത്തെ അവർ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? കോൺഗ്രസിന് വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ നടപടിയെടുത്ത് പുറത്താക്കാൻ കോൺഗ്രസിന് കഴിയും, അത് അനായാസം കഴിയുമെന്ന് ഒരു ധാരണ ഇന്നലത്തെ നേതാക്കളുടെ യോഗത്തിൽ ഹൈക്കമാൻഡുമായി നേതാക്കൾ നടത്തിയ ചർച്ചയിലൊക്കെ ഒരു അനൌദ്യോഗിക ധാരണ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ, അത് പ്രതിപക്ഷ നേതാവ് KPC അധ്യക്ഷൻ, മുൻ KPC അധ്യക്ഷന്മാർ തുടങ്ങിയവരുമായൊക്കെ സംസാരിച്ചു. അതിൽ ഭൂരിഭാഗം നേതാക്കളും രാഹുലിനെ സംഘടനയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, സസ്പെൻഷൻ നടപടി എന്ന് പറയുമ്പോഴും അതല്ല, രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നൊരു വാദമാണ് നേതാക്കളിൽ ഭൂരിഭാഗവും ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ചില നേതാക്കൾ മാത്രം, അത് ഈ KPCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ 2-3 പേരാണ് പൂർണ്ണമായും രാഹുലിനെ സംരക്ഷിപ്പോഴും നിൽക്കുന്നത്. അതിൽ തന്നെ രാഹുലിന് വേണ്ടി അഭിഭാഷകനെ ഏർപ്പാടാക്കിയതും ഒരു വർക്കിംഗ് പ്രസിഡന്റാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നു. പക്ഷേ ഈ രാഹുലിനെ പുറത്താക്കണമെന്ന വാദത്തിന് തന്നെയാണ്, ആവശ്യത്തിനാണ് കോൺഗ്രസിൽ ഏറ്റവും മുൻഗണനയുള്ളത്. അങ്ങനെയെങ്കിൽ രാഹുലിനെ നടപടി ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ജാമ്യം ലഭിച്ചാൽ വീണ്ടും അവിടെ കോൺഗ്രസ് പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ്. കാരണം ആ പേര് പറഞ്ഞ് രാഹുലിനെ സംരക്ഷിക്കാൻ വീണ്ടും അയാളെ സംരക്ഷിക്കുന്ന ആളുകൾ ശ്രമിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. രാഹുൽ കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. എന്തിന് നേരത്തെയും MLA-മാരുണ്ടല്ലോ, CPM-നും MLA-മാരും കോൺഗ്രസിലെ 2 MLA-മാരും സമാനമായ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവരും കോടതിക്ക് മുമ്പിൽ കേസുള്ളവരുമാണ്. അപ്പോൾ രാഹുലിന് മാത്രം എന്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ചോദ്യം സ്വാഭാവികമായും രാഹുൽ ഫാൻസ് അല്ലെങ്കിൽ രാഹുൽ അനുകൂലികൾ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കും. അത് കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും പരാതികൾ രാഹുലിനെതിരെ കൂടുതൽ വരുമെന്നൊരു ആശങ്ക കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇപ്പോൾ പുറത്തു വന്നതിന് അപ്പുറത്തേക്ക് പരാതികൾ രാഹുലിനെതിരെ ഉണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. അത്തരമൊരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് രാഹുലിന് ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ അത് കുറച്ചുകൂടി പ്രതിരോധത്തിലാക്കുമെന്ന് വേണം പറയാൻ. മറിച്ച് ജാമ്യം നിഷേധിച്ചാൽ ആ പേര് പറഞ്ഞ് രാഹുലിനെ അധികം വൈകാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസിന് കഴിയും. അതോടുകൂടി കോൺഗ്രസും ഈ വിഷയത്തിലേക്കുള്ള കോൺഗ്രസിന് രാഹുലുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്, രാഹുലുണ്ടാക്കിയ ചീത്തപ്പേരാണ്, രാഹുലിന്റെ മോശം സ്വഭാവം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. എന്തിന് കോൺഗ്രസ് അതിന്റെ വിഴുപ്പ് ചുമക്കണം, എന്തിനതിന്റെ പാപഭാരം കോൺഗ്രസ് പേറണമെന്ന ചോദ്യമാണ് കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്ക് ഭൂരിഭാഗത്തിനും ഉള്ളത്. മഹിളാ കോൺഗ്രസ് നേതാക്കൾക്കും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വലിയൊരു ഭൂരിപക്ഷം വനിതാ നേതാക്കൾക്കും ഒക്കെ അഭിപ്രായമുണ്ട്. പക്ഷേ അതിനൊക്കെ മറികടന്ന് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ ശക്തരായ ചില നേതാക്കൾ 2-3 പേരാണ് ഇപ്പോഴും രാഹുലിനെ ആ രീതിയിൽ സംരക്ഷിച്ചു നിർത്തുന്നത്. അവിടെയാണ് രാഹുലിനെതിരെ സസ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ സ്വാഭാവികമായി രാഹുലിന്റെ നടപടി അവർക്ക് കുറെ കൂടി എളുപ്പമാകും. അല്ലെങ്കിൽ വീണ്ടും രാഹുലിന് വേണ്ടി സംരക്ഷണ കരങ്ങൾ നീണ്ടുവരുമെന്നൊരു ആശങ്ക കൂടി കോൺഗ്രസിനുണ്ട്. മറുഭാഗത്ത് CPM ആകട്ടെ ഇപ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ നേട്ടമായി ഇത് മാറിക്കഴിഞ്ഞുവെന്ന് CPM-ഉം BJP-യും ഒക്കെ ഉറപ്പിക്കുന്നു. കാരണം ഒരു MLA ദിവസങ്ങളോളം ഒളിവിലാണ്. പാലക്കാട് വലിയ ആഘോഷത്തോടുകൂടി കോൺഗ്രസ് വിജയിപ്പിച്ചു വിട്ട വലിയ അവകാശവാദം ഉന്നയിച്ച ഭാവി കോൺഗ്രസ് നേതാവെന്നൊക്കെ വിശേഷിപ്പിച്ച ഒരാൾ എവിടെയാണ് എന്ന് നിയമത്തെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിയമത്തിന്റെ വഴിക്ക് വരാതെ ഏതൊക്കെയോ വഴികളിലൂടെ ഇപ്പോൾ ഒളിച്ച് നടക്കുന്നത്, ഒളിച്ച് താമസിക്കുന്നത്. അത് കോൺഗ്രസിനെ അക്ഷരാർത്ഥ പ്രതിരോധത്തിലാക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും CPM-ഉം BJP-യും ഒക്കെ കരുതുന്നത് ഒരു കുറച്ചുകൂടി വൈകി രാഹുൽ അറസ്റ്റായാൽ മതിയെന്ന് കൂടി കരുതുന്നു. കാരണം അത്രയും നാൾ ഈ വിഷയം സജീവമായ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർന്നു നിൽക്കും. അവിടെ പ്രതിരോധത്തിലാകാൻ പോകുന്നതും പ്രതിസന്ധിയിലാകുന്നതും കോൺഗ്രസ് ആണ്. അഭിലാഷ്, തീർച്ചയായും 5 ദിവസം മാത്രമാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് എന്നിടത്താണ് രാഷ്ട്രീയ വിവാദങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലേക്ക് പോകുന്നത്. കോൺഗ്രസ് ഇതുവരെ ഉയർത്തിയ പല വിവാദങ്ങളും ഈ ഒരൊറ്റ വിഷയത്തിന്മേൽ ആ വിവാദങ്ങൾ എല്ലാം തന്നെ അടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കേരളം ഒന്നടങ്കം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യമാണോ ഉണ്ടായത് എന്നുള്ളതാണ്. വി അരുണാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്ന മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്, അവിടെ മറ്റൊരു പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ
KPCCയുടെ നേതൃത്വത്തിന് നൽകിയിട്ടുള്ള പരാതിയാണ്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള യുവതി നൽകിയിട്ടുള്ള പരാതിയാണ്. 23 വയസ്സുള്ള യുവതി നൽകിയിട്ടുള്ള പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ പരാതി ഏത് തരത്തിൽ ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാകാൻ പോകുന്നത്? അതാ പ്രേക്ഷകരുമായി ആ വിവരങ്ങൾ പങ്കുവെക്കേണ്ടത്. ഈ യുവതി നൽകിയ പരാതി, അതായത് 23-കാരിയായ യുവതി KPCCക്കാണ് പരാതി നൽകിയത് എങ്കിലും ഇന്നലെ KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു കോടതി സംവിധാനമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് ആ പരാതി എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു. ആ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി പോലീസിന് കൈമാറി. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് അതിൽ നടപടിയെടുത്തു എന്ന് മാത്രവുമല്ല, കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ആ കേസ് രജിസ്റ്റർ ചെയ്തു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്കായി മാറുന്നത്. അതായത് നിലവിൽ രാഹുൽ മാങ്കൂട്ടം ഒരു അതിജീവിതയുമായി ബന്ധപ്പെട്ട് അതിജീവിത നൽകിയ വെളിപ്പെടുത്തലിന്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ പ്രതിയാണ്. ആ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതിനിടയിലാണിതാ പുതിയ FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പുതിയ കേസിൽ കൂടി രാഹുൽ മാങ്കൂട്ടം പ്രതിയായി മാറിയിട്ടുള്ളത്. ഈ വാദം കൂടി ആയിരിക്കും ഇന്ന് കൂടുതൽ വിവരങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിലും ഗുരുതരമായ വകുപ്പ് തന്നെയാണ്, ബലാത്സംഗ കുറ്റം ആണ് ചുമത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ബലാത്സംഗ കുറ്റം എന്നത് വലിയ ശിക്ഷ ലഭിക്കാവുന്ന നിയമ സംവിധാനത്തിന് കീഴിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കാവുന്ന ഒന്ന് തന്നെയാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ആരാണ് ഈ യുവതി എന്നതിൽ വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു KPCCയുടെ പ്രതികരണം. അതായത് കൃത്യമായ വിവരങ്ങളില്ലാത്ത ഒരു പരാതി എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തിന് ആരാണ് ഈ യുവതി എന്ന് ബോധ്യപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ യുവതിയുടെ മൊഴി എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘം അതിവേഗം മുന്നോട്ട് പോകും. മറ്റ് സംസ്ഥാനത്ത്, അതായത് ഇപ്പോൾ പുറത്താണ്, ബാംഗ്ലൂരിൽ ആണ് എന്നാണ് അറിയുന്നത്. അതിനപ്പുറത്ത് ഈ പരാതി നൽകിയ ശേഷം ഈ പെൺകുട്ടി എവിടേക്കെങ്കിലും മാറിയിട്ടുണ്ടോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. എന്തു തന്നെയാണെങ്കിലും ഈ യുവതിയെ കണ്ടെത്തുക എന്നത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വിശദാംശങ്ങളുമായി VV വിനോദിലേക്കാണ് എനിക്ക് പോകേണ്ടത്. കാരണം ഈ കേസ് വളരെ നിർണായകമാകുമെന്ന് പറയുമ്പോൾ പോലും, FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും കോടതി അതിനെ കൂടുതൽ മുഖവിലേക്ക് എടുക്കുമോ എന്നതിൽ വ്യക്തത കുറവുണ്ട്. കാരണം ഈ പരാതിയുടെ ഡേറ്റ ചോദിച്ചാൽ അതൊരു പോലീസ് സംവിധാനത്തിന് ലഭിച്ചിട്ടുള്ള പരാതിയല്ല, സ്വമേധയെ എടുക്കുന്ന ഒരു പരാതി, അല്ലെങ്കിൽ KPCC നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരാതിയാണ്. അതിൽ പരാതിക്കാരി ആരെ എന്ത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അത് കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുമോ എന്നതിലും കൂടുതൽ അറിവ് അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും വിനോദ്, ഈ പുതിയ പരാതി കൂടി വരുമ്പോൾ ആ പരാതിയുടെ ഉള്ളടക്കം കൂടി കോടതിയെ ധരിപ്പിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. ഇപ്പോഴത്തെ ഈ പരാതിയും അങ്ങേയറ്റം ഗുരുതരമാണ്. പക്ഷേ ഈ യുവതി, അതായത് ബലാത്സംഗത്തിന് ഇരയായ യുവതി നിയമ സംവിധാനങ്ങളോട് സഹകരിക്കുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതി ഇല്ല എന്ന് ആ യുവതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു അടഞ്ഞ അധ്യായമായി മാറുകയും ചെയ്യുമല്ലോ വിനോദ്. അഭിലാഷ്, നിലവിലെ സാഹചര്യത്തിൽ ഈ FIRന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം സ്ഥിരം കുറ്റവാളി എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിന് അനുബന്ധമായ ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം കൈമാറി. പക്ഷേ ചില രേഖകൾ കൂടി, അത് ഈ ഗർഭചിത്രവുമായൊക്കെ ബന്ധപ്പെട്ട് ഉള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. കുറച്ച് രേഖകൾ കൂടി ആവശ്യമാണെന്ന് കോടതി പ്രോസിക്യൂഷനോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നത്. ഇന്നത്തേക്ക് മാറ്റിയത് അസാധാരണമായൊരു സാഹചര്യമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ സമർപ്പിച്ചാൽ ആ ദിവസം തന്നെയാണ് സാധാരണ നിലയിൽ വിധി പറയുക. പക്ഷേ ഇന്നലെ തീർത്തും അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു. ഇനിയും രേഖകൾ വേണം. അത്ര കണ്ട് പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ കേസിനെ കാണുന്നത് എന്നത് വ്യക്തമാണ്. മാത്രമല്ല, ഈ FIRലെ യുവതിയെ സംബന്ധിച്ചുള്ള അവ്യക്തത, പക്ഷേ ആ പരാതിയിൽ തന്നെ യുവതി പറയുന്നത് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരുന്നു. ഇതിനു മുൻപ് തന്നെ ഈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഔദ്യോഗികമായ ഒരു പരാതിയാക്കി ഇത് മാറ്റാത്തത് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന അക്രമം അല്ലെങ്കിൽ അധിക്ഷേപം ഭയന്നാണ് എന്ന ഒരു കാര്യമാണ് ഈ പരാതിയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. കഴിഞ്ഞ ദിവസം AICCക്കും KPCC നേതൃത്വത്തിന് നൽകിയ പരാതിയിലും ഇതേ കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. FIRൽ പറയുന്നതും കഴിഞ്ഞ ദിവസം വന്ന പരാതിയിലെ കാര്യങ്ങൾ തന്നെയാണ്. വിവാഹ വാഗ്ദാനം നൽകിയാണ് 23-കാരിയെ പീഡിപ്പിച്ചതെന്ന കാര്യം FIRൽ പറയുന്നു. വെക്കേഷൻ സമയത്ത് വന്നപ്പോൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്തെ ഹോം സ്റ്റേ പോലുള്ള കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി ഫെനീനായൻ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും ഈ FIRൽ വ്യക്തമാക്കുന്നുണ്ട്. ആ കെട്ടിടത്തിൽ കൊണ്ടുപോയ ശേഷം ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന വാഗ്ദാനം നൽകിയാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് അവിടെ എത്തിച്ച് ബലം പ്രയോഗിച്ച് ലൈംഗികമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ആ തരത്തിൽ കീഴ്പ്പെടുത്തി എന്ന കാര്യമാണ്. ആ സമയത്ത് തൻ്റെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായി എന്ന കാര്യമാണ് പെൺകുട്ടി പറഞ്ഞത്. ഇതേ കാര്യം FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരാതിയിൽ പറഞ്ഞത് പിന്നീട് ഈ വിവാഹത്തിൽ നിന്ന്, അങ്ങനെ ഒരു വാഗ്ദാനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം പിന്മാറിയതോടുകൂടി വലിയ
ട്രോമ അവസ്ഥയിലേക്ക് പോയി മാനസികമായി വല്ലാതെ തളർന്നു എന്ന കാര്യമാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതേ കാര്യങ്ങൾ തന്നെയാണ്. ബലാത്സംഗ കുറ്റമാണ് FIR-ൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല FIR-ൽ ഒരു പ്രതിയെ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് രാഹുൽ മാങ്കൂട്ടം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 2 കേസുകളാകുന്നു. രണ്ടും ബലാത്സംഗ കുറ്റം. ആദ്യത്തെ പരാതി കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. അതിൽ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. തമിഴ്നാട് കർണാടക അതിർത്തിയിലുണ്ടെന്ന വിവരം ആദ്യം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവിടേക്ക് ചെല്ലുകയും ഈ സമയം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം കർണാടകയിലേക്ക് കടന്നുവെന്നുമാണ്. അന്വേഷണ സംഘം 2ആയി തിരിഞ്ഞാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകന്റെ പ്രധാനപ്പെട്ട ആവശ്യം അറസ്റ്റ് പാടില്ല എന്നതായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ഉണ്ടാകരുതെന്നൊരു ആവശ്യമായിരുന്നു. പക്ഷേ പൂർണ്ണമായും ആ ആവശ്യം കോടതി തള്ളി. അറസ്റ്റ് തടയാൻ കഴിയില്ല, അത് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനമാണ്. അവർക്ക് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന കാര്യമാണ് കോടതി പറഞ്ഞത്. സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ ഈ വാദം കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസവും വാദം കേട്ടിരുന്നു. ഏതായിരുന്നാലും വളരെ നിർണായകമായൊരു ദിവസമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചും പരാതിക്കാരികളായ യുവതികളെ സംബന്ധിച്ചുമൊക്കെ തന്നെ വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ആദ്യം റിനിയാണ്, ചലച്ചിത്ര താരമാണ്, ഒരു പരാതിയുമായി വരുന്നത്. പിന്നീട് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള യുവതി വരുന്നു. അതിനുശേഷമാണ് ആദ്യത്തെ പരാതി രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു പരാതി വരുന്നു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ വരുന്നുണ്ട്. പക്ഷേ കോടതിയുടെ മുമ്പിലെത്തുന്നത് 2 FIR-കളാണ്. അഭിലാഷ്. യെസ്, തീർച്ചയായും